Okay, so in this video, we're going to look at this critical concept called archetypal criticism. And we are going to look at it based on M.H. Abrams' A Glossary of Literary Terms. You may have some, maybe in your criticism textbook, you may have the same or slightly different version. That is okay. This is basically some important details about this concept. ബാക്കി എല്ലാ കോൺസെപ്റ്റ്സും നമ്മൾ ഈ ഗ്ലോസറിയിൽ നിന്ന് തന്നെയാണ് ഞാൻ നിങ്ങളെ ആ റെക്കോർഡിങ്ങിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ആർക്കിടൈപ്പൽ ക്രിറ്റിസിസം. In literary criticism, the term archetype denotes recurrent narrative designs, patterns of action, character types, themes, and images which are identifiable in a wide variety of works of literature, as well as in myths, dreams, and even social rituals. അപ്പോൾ ആർക്കിടൈപ്പ് എന്നുള്ള ടേമിന് ലിറ്റററി ക്രിറ്റിസിസത്തിൽ ഉള്ള ഡെഫിനിഷൻ ഇതാണ്, അതിന്റെ മീനിങ് ഇതാണ്. ഇറ്റ് റെഫേഴ്സ് ടു റെക്കറന്റ് പാറ്റേൺസ്. അതെ, പല റെക്കറന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒക്കറിങ് അഗൈൻ ആൻഡ് അഗൈൻ, റിപ്പീറ്റഡ് ആയി വരുന്ന ചില പാറ്റേൺസ് ആണ്. ഓരോ ടെക്സ്റ്റിലും ഓരോ ബുക്കിലും വരുന്ന പല തരം പാറ്റേൺസ് ആണ്. എന്തൊക്കെ തരം പാറ്റേൺസ് ആണ്? നാരറ്റീവ് ഡിസൈൻസ്. ഒരു പ്ലോട്ടിന് പലതരത്തിലുള്ള ഡിസൈൻ ഉണ്ടാവാം. അപ്പൊ അത് ചിലതരം പ്ലോട്ട് എലിമെന്റ്സ് അല്ലെങ്കിൽ ചിലതരം പ്ലോട്ടുകൾ റിപ്പീറ്റഡ് ആയി വരിക, അതാണ് റെക്കറന്റ് നാരറ്റീവ് ഡിസൈൻസ്. റെക്കറന്റ് പാറ്റേൺസ് ഓഫ് ആക്ഷൻ വിത്തിൻ ദ പ്ലോട്ട്, ചിലതരം പാറ്റേൺസ് ഓഫ് ആക്ഷൻ റിപ്പീറ്റ് ചെയ്യുന്നു. ഹീറോ faces a certain situation and the hero reacts in a particular way. That is one pattern of action. അത് പലതരം വർക്ക്സിൽ അക്രോസ് ടൈം ആൻഡ് അക്രോസ് ജോഗ്രഫിക്കൽ ബൗണ്ടറീസ് ഇതേ ഒരേ ടൈപ്പ് ചില ആക്ഷൻസ് റിപ്പീറ്റഡ് ആയി വരുന്നു. ക്യാരക്ടർ ടൈപ്സ്, certain typical characters, those also get repeated. Then themes, of course, there are some themes that seem to be very universal in the sense that the same kind of themes are repeated again and again and again. പണ്ടുകാലം മുതൽ കണ്ടംപററി ടൈംസ് വരെ ചിലതരം തീംസ് റിപ്പീറ്റഡ് ആയി വരുന്നു. അല്ലെങ്കിൽ എന്ന് മാത്രമല്ല, നമുക്ക് അക്രോസ് നാഷണൽ ലിറ്ററേച്ചേഴ്സ്, അക്രോസ് ഡിഫറെന്റ് ലാംഗ്വേജസ്, അവരുടെ ലിറ്ററേച്ചേഴ്സിൽ നോക്കിയാലും ഈ ഡിഫറെന്റ് തീംസ്. അപ്പൊ ഒരു വെസ്റ്റേൺ ലിറ്ററേച്ചറിലാണെങ്കിൽ ശരി, ഒരു ചൈനീസ് അല്ലെങ്കിൽ ഓറിയന്റൽ ലിറ്ററേച്ചറിലാണെങ്കിൽ ശരി, ഇന്ത്യൻ ആണെങ്കിൽ ശരി, മിഡിൽ ഈസ്റ്റേൺ ആണെങ്കിൽ ശരി, എല്ലാ തരത്തിലുള്ള ലിറ്ററേച്ചറിലും പണ്ടുകാലം മുതൽ ഇന്ന് വരെ വരുന്ന റെക്കറന്റ് ആയി വരുന്ന ചില തീംസ് ഉണ്ടാവാം, ഇമേജസ് ഉണ്ടാവാം. ആൻഡ് യു എല്ലാ വർക്കിലും ഒരേ സാധനം എന്നല്ല, പക്ഷെ ഇൻ എ വൈഡ് വെറൈറ്റി ഓഫ് വർക്ക്സ് ഓഫ് ലിറ്ററേച്ചർ യു കെൻ ഐഡന്റിഫൈ ദീസ് റെക്കറന്റ് പാറ്റേൺസ്. അതാണ് അങ്ങനെയുള്ള വരുന്ന പാറ്റേൺസിനാണ് നമ്മൾ ആർക്കിടൈപ്സ് എന്ന് പറയുന്നത്. ഇനി ഇത് ലിറ്ററേച്ചറിൽ മാത്രമല്ല, യു കെൻ സീ സച്ച് ആർക്കിടൈപ്സ് ഇൻ മിത്സ്, dreams, and even social rituals. അപ്പോൾ പല നാടുകളിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ if you look at Greek mythology, ancient Greek mythology, you have a certain patterns, like there are a lot of these gods and goddesses. They live on top of a mountain, and the king of all the gods is called Zeus, and he is the god of thunder and lightning. Similarly, then if you go to Norse mythology, you can also see that there is a very important god called Thor, who is also the god of thunder and lightning. And these gods have certain weapons, and maybe the weapons are related to their powers, which are also related to some natural elements. അങ്ങനെയുള്ള ചില സംഭവങ്ങൾ നമുക്ക് അക്രോസ് എന്താ പറയാ, അക്രോസ് കൾച്ചേഴ്സ് ആൻഡ് അക്രോസ് ടൈം നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റും. അപ്പൊ മിത്തുകളിൽ പോലും, നോട്ട് ജസ്റ്റ് ഇൻ works of literature, but also in myths, you can see that maybe some elements. For example, the whole idea that there is a place where we human beings live called Earth, and there is a place where maybe gods and goddesses reign, and that is somehow above us. Either it is in the heaven, it is called heaven in പല രീതിയിലും heaven എന്ന് നമ്മൾ പറയുന്നു. പക്ഷെ sometimes it is on top of a mountain, sometimes it is up in the sky. അങ്ങനെയൊക്കെ നമ്മളുടെ മുകളിൽ എവിടെയോ ആയിട്ട് ഗോഡ്സും ഗോഡസസും ഉണ്ടാവുന്നു. താഴെ എവിടെയോ under the earth, under world എന്നൊക്കെ പറയുന്ന രീതിയിൽ underground ആയിട്ട് there is hell or Hades or whatever you call it. അപ്പൊ ഇങ്ങനെയുള്ള ഡിഫറെന്റ്, ഈ ഒരു ഐഡിയ തന്നെ നമുക്ക് പല മിത്തിലും കാണാൻ പറ്റും. It is not like one of those myths led to the other or one of the myths inspired the other. അങ്ങനെയൊന്നുമില്ല.
ഒരേ സമയത്ത് പല സ്ഥലങ്ങളിൽ പരസ്പരം അധികം കണക്ഷൻസ് ഒന്നും ഇല്ലാത്ത പല സ്ഥലങ്ങളിൽ ഒരുമിച്ച് ഒരേ സമയത്ത് ഉണ്ടായി വന്നതാണ്. പക്ഷെ ഒരേപോലുള്ള ചില പാറ്റേൺസ് ആ മിത്തുകളിൽ നമുക്ക് കാണാം. അഗെയിൻ ഡ്രീംസ്. We say that certain kind of dreams are very archetypal, because even if we don't discuss it with our friends or with anybody else, we might have a certain kind of dream which somebody else might also have, and if you talk about it, then you will realize that, oh, both of you had the same dream. അപ്പൊ ആ രീതിയിൽ ഒന്നോ രണ്ടോ പേർക്കല്ല, അക്രോസ് ദ വേൾഡ് ആളുകൾക്ക് സ്ഥിരമായി റിപ്പീറ്റഡ് ആയി വരുന്ന ചിലതരം ഡ്രീംസ് ഉണ്ട്. അതിനൊക്കെ പിന്നീട് ഫ്രോയിഡ് സൈക്കോ അനലിറ്റിക് ക്രിറ്റിസിസത്തിന്റെ ആ ഒരു ഇതില് സൈക്കോനാലിസിസ് എന്ന് പറയുന്ന ആ ഒരു തിയറിയുടെ ഭാഗമായിട്ട് ഫ്രോയിഡ് അതിനെ വേറെ രീതിയിൽ അനലൈസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ബട്ട് എനിവേ, സോ ദീസ് ആർ ഓൾ ആർക്കിടൈപ്സ്. ആൻഡ് ഈവൻ സോഷ്യൽ റിച്വൽസ്. There are certain rituals or certain customs that we follow in society. അതൊക്കെ എന്ന് മുതൽ തുടങ്ങിയതാണ്, എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് പോലും നമുക്കറിയില്ല. അപ്പൊ അങ്ങനെയുള്ള ചില റിച്വൽസ് ദാറ്റ് വി ഫോളോ ഇൻ സൊസൈറ്റി മേ ഓൾസോ ബി റിപ്പീറ്റഡ് അക്രോസ് കൾച്ചേഴ്സ്, ബട്ട് വി ഡോണ്ട് നോ വൈ. സോ അങ്ങനെയുള്ളതിനെല്ലാമാണ് നമ്മൾ ആർക്കിടൈപ്പ് എന്ന് പറയുന്നത്. Such recurrent items are held to be the result of elemental and universal forms or patterns in the human psyche, whose effective embodiment in a literary work evokes a profound response from the attentive reader because he or she shares the archetypes expressed by the author. അപ്പോൾ ഇങ്ങനെ ഒരു ലിറ്റററി വർക്കിൽ നമ്മൾ ഈ ആർക്കിടൈപ്സിനെ കാണുമ്പോൾ അത് വായിക്കുന്ന റീഡർക്ക്, അത് ശ്രദ്ധിച്ച് വായിക്കുന്ന, അറ്റൻറ്റീവായി വായിക്കുന്ന റീഡർക്ക് ഒരു പ്രൊഫൗണ്ട് ഇമോഷണൽ റെസ്പോൺസ് ഉണ്ടാവാം, ബിക്കോസ് ദിസ് ഇസ് എൻ ആർക്കിടൈപ്പ് ദറ്റ് ഇസ് ഷെയർഡ് ബൈ ദി ഓഥർ ആസ് വെൽ ആസ് ദ റീഡർ. ആൻഡ് അത് എവിടുന്നാണ് വരുന്നത് ഇങ്ങനെയുള്ള ആർക്കിടൈപ്സ്, വേർ ഡു ദേ കം ഫ്രം, വൈ ഡു ദേ അക്കർ, അതിന്റെ ഒരു വാട്ട് പീപ്പിൾ ബിലീവ് ഇസ് ദാറ്റ് സച്ച് റെക്കറന്റ് ഐറ്റംസ് ആർ ഹെൽഡ് ടു ബി the result of elemental and universal forms or patterns in the human psyche. Human mind, human psyche, അതിനകത്ത് ചില പാറ്റേൺസ് ആൻഡ് ഫോംസ് അടങ്ങിയിരിക്കുന്നുണ്ട് എല്ലാ മനുഷ്യരുടെയും മനസ്സിനകത്ത്. ദേ ആർ യൂണിവേഴ്സൽ, they are common to everyone, and they are elemental, which means they are very very basic, they very fundamental to us. അപ്പൊ നമ്മൾ പല നാട്ടുകാരാവാം, പല ഭാഷ സംസാരിക്കുന്നവരാവാം, പല കൾച്ചർ ഉള്ളവരാവാം, എന്നാലും നമ്മുടെ മനസ്സിനകത്ത് എന്തോ വളരെ ഓൾമോസ്റ്റ് ഇങ്ങനെ നമ്മളെ DNA കോഡ് ചെയ്തതുപോലെ, ഓൾമോസ്റ്റ് ലൈക്ക് ദാറ്റ്, അങ്ങനെ നമ്മുടെ മനസ്സിൽ കോഡഡായി കിടക്കുന്ന ചില ഫോംസ് ഓർ പാറ്റേൺസ് ഉണ്ട്. അതിന്റെ എക്സ്പ്രഷൻസ് ആണ് ഈ പറയുന്ന ആർക്കിടൈപ്സ്. നമ്മൾ ടെക്സ്റ്റുകളിൽ കാണുന്ന, ലിറ്റററി ടെക്സ്റ്റിൽ കാണുന്ന, അല്ലെങ്കിൽ കൾച്ചറൽ ടെക്സ്റ്റിൽ കാണുന്ന, അല്ലെങ്കിൽ മിത്തിൽ കാണുന്ന ആർക്കിടൈപ്സ്. An important antecedent of the literary theory of the archetype was the treatment of myth by a group of comparative anthropologists at Cambridge University, especially James G. Fraser, whose book, The Golden Bough, published in 1890 to 1915, it's a huge book. This book, The Golden Bough by James Fraser, identified elemental patterns of myth and ritual that he claimed recur in the legends and ceremonials of diverse and far-flung cultures and religions. അപ്പോൾ ഇങ്ങനെ പല നാടുകളുടെ ഡൈവേഴ്സ് ആയിട്ടുള്ള കൾച്ചേഴ്സിലും റിലീജിയൻസിലും എല്ലാം റെക്കറന്റ് ആയി ഒരേപോലെ കാണുന്ന ചില പാറ്റേൺസ് ഓഫ് ബോത്ത് മിത്ത് ആൻഡ് റിച്വൽ. അപ്പൊ മിത്തോളജിക്കൽ സ്റ്റോറീസിലും സിമിലാരിറ്റീസ് ഉണ്ടാവാം, അവർ ഫോളോ ചെയ്യുന്ന സോഷ്യൽ കസ്റ്റംസ് ആൻഡ് റിച്വൽസിലും കുറച്ച് സിമിലാരിറ്റീസ് ഉണ്ടാവാം. ഇതിനെയൊക്കെ അനലൈസ് ചെയ്ത് ഒരു മനുഷ്യനാണ് ജെയിംസ് ജി ഫ്രേസർ. അയാളുടെ ഇത് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബുക്കാണ് ദ ഗോൾഡൻ ബോ ബൈ ജെയിംസ് ജി ഫ്രേസർ. ആ ബുക്കിലാണ് അയാൾ ഈ പലതരം ഇങ്ങനെ ആർക്കിടൈപ്പലായ മിത്തുകളെ അനലൈസ് ചെയ്തത്. അപ്പൊ ആ മിത്തിനെ പറ്റിയുള്ള ട്രീറ്റ്മെന്റിൽ നിന്നാണ് ഈ സംഭവം തുടങ്ങുന്നത്. അപ്പൊ ഇത് മിത്ത് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ എക്സിസ്റ്റിംഗ് സോഷ്യൽ ഓർ കൾച്ചറൽ ഗ്രൂപ്പ്സിൽ പോയി അവർ പണ്ട് വിശ്വസിച്ചിരുന്ന മിത്തുകൾ അങ്ങനെ എടുത്തിട്ടാണ് ഇവർ ഈ ജെയിംസ് ജി ഫ്രേസർ സ്റ്റഡി ചെയ്യുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റഡീനെ യൂസ് ചെയ്തിട്ടാണ് പിന്നീട് ഈ ആർക്കിടൈപ്പിനെ സ്റ്റഡി ചെയ്യാൻ നമ്മൾ തുടങ്ങുന്നത്. ഓക്കെ. ആൻഡ് ഈവൺ മോർ ഇമ്പോർട്ടൻറ്റ് ആന്റിസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മുന്നേ പോയ ആളുകൾ, അതിനാണ് പറയുന്നത് ദോസ് ഹു ഫസ്റ്റ് കേം അപ്പ് വിത്ത് സിമിലർ ഐഡിയാസ്. ആൻഡ് ഈവൺ മോർ ഇമ്പോർട്ടൻറ്റ് ആന്റിസിഡന്റ് വാസ് ദ ഡെപ്ത് സൈക്കോളജി ഓഫ് കാൾ ജി യുങ്, ഹു അപ്ലൈഡ് ദ ടേം archetype to what he called primordial images, which he calls the psychic residue of repeated patterns of common human experience in the lives of our very ancient ancestors, which he maintained
survive in the collective unconscious of the human race and are expressed in myths, religion, dreams, and private fantasies as well as in works of literature. അപ്പൊ ഇത് കാൾ ജി യുങ് എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റും സൈക്കോ അനലിസ്റ്റ്, ഹി വാസ് റൈവൽ ടു സിഗ്മണ്ട് ഫ്രോയിഡ്. ഫ്രോയിഡിനേക്കാൾ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഐഡിയാസ് കൊണ്ടുവന്ന ഒരു തിയറിസ്റ്റ് ആണ് കാൾ ജി യുങ്. അപ്പൊ കാൾ യുങ്ങിന്റെ സൈക്കോളജി, ഡെപ്ത് സൈക്കോളജി എന്നാണ് അതിന് പറയാ. അതിൽ അയാൾ പറഞ്ഞ ഒരു ഐഡിയ ആണ് ഈ നമ്മൾ ഈ പറയുന്ന ആർക്കിടൈപ്പ് എന്ന് പറയുന്ന സാധനങ്ങള്, ദേ ആർ ആക്ച്വലി പാർട്ട് ഓഫ് വാട്ട് വി ക്യാൻ കോൾ ദ കളക്റ്റീവ് അൺകോൺഷ്യസ് ഓഫ് ദ ഹ്യൂമൻ റേസ്. അൺകോൺഷ്യസ്, നമുക്ക് ഫ്രോയിഡിന്റെ ഐഡിയ അനുസരിച്ച് നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് കോൺഷ്യസ്, സബ് കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ് എന്ന് പറഞ്ഞ് മൂന്നായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അതിൽ ഡ്രീംസ് ആൻഡ് അതർ തിങ്സ് വിച്ച് വി ഹാവ് ഫൊർഗോട്ടൺ ഓർ വിച്ച് വി തിങ്ക് വി ഡോണ്ട് നോ അബൌട്ട്, അതെല്ലാം ഈ അൺകോൺഷ്യസിൽ കിടക്കുന്നുണ്ടാവും എന്നാണ് പറയുന്നത്. പക്ഷെ അത് ഇൻഡിവിജ്വൽ മൈൻഡിനെ പറ്റിയിട്ടാണ് ഫ്രോയിഡ് പറഞ്ഞത്. But Jung says that actually there is something which we can consider a collective unconscious, because the entire human race will have certain things which we don't know, we are not consciously aware of, but those things are there in our collective unconscious. അങ്ങനെയുള്ള കളക്റ്റീവ് അൺകോൺഷ്യസിൽ കിടക്കുന്നതാണ് എന്ത്, ഈ റിപ്പീറ്റഡ് പാറ്റേൺസ് ഓഫ് കോമൺ ഹ്യൂമൻ എക്സ്പീരിയൻസ്. മേ ബി നമ്മളുടെ ഏൻഷ്യന്റ് ആൻസിസ്റ്റേഴ്സ് ഒരുപാട് കാലം മുമ്പ്, ഈവൻ പ്രീ ഹിസ്റ്റോറിക് ടൈംസിൽ ഉണ്ടായിരുന്ന നമ്മളുടെ ആൻസിസ്റ്റേഴ്സിന്റെ ലൈഫിലെ എന്തെങ്കിലും ഇൻസിഡൻസുമായി ബന്ധപ്പെട്ടതായിരിക്കും ഇതുപോലുള്ള പാറ്റേൺസ്. ആൻഡ് അതിന്റെ സൈക്കിക് റെസിഡ്യൂ മീൻസ് റെമനൻസ്. ഒരു സാധനം നമ്മൾ എന്താ പറയാ, ഇപ്പൊ ഒരു ഗ്ലാസ് വെള്ളം ഒരു സ്ഥലത്ത് വെച്ചിട്ട് ആ ഗ്ലാസ് മാറ്റിക്കഴിഞ്ഞാൽ വെള്ളത്തിന്റെ ചെറിയൊരു പാടം അവിടെ ഉണ്ടാവുമല്ലോ. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം, നമ്മളിപ്പോ ഒരു ബിസ്ക്കറ്റ് കഴിച്ചു, അതിന്റെ ചെറിയ ഒരു പൊടികൾ ബാക്കിയുണ്ടാവും. അതുപോലെ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ അവിടെ നിന്ന് മാറ്റിയതിന് ശേഷം അവിടെ ബാക്കിയുള്ളതിനാണ് നമ്മൾ റെസിഡ്യൂ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സൈക്കിക് റെസിഡ്യൂ ആണ് ഈ ഇമേജസ്, പ്രൈമോഡിയൽ ഇമേജസ് ആൻഡ് ഏൻഷ്യന്റ് ഇമേജസ് ആണ് ഈ ആർക്കിടൈപ്സ് എന്നാണ് യുങ് പറയുന്നത്. അതായത് പണ്ട് കാലത്തെ നമ്മളുടെ ആൻസിസ്റ്റേഴ്സിന്റെ ലൈഫിൽ സംഭവിച്ച എന്തൊക്കെയോ ഇൻസിഡൻസുമായി ബന്ധപ്പെട്ടതാണ് ഈ കാര്യങ്ങൾ. ആ കാലഘട്ടം തീർന്നു, ആ മനുഷ്യർ പോയി, ഇപ്പൊ കാലം മാറി, നമ്മളുടെ കൾച്ചർ മാറി, എല്ലാം മാറി. പക്ഷെ എന്നാലും അന്നത്തെ ആ എക്സ്പീരിയൻസസിന്റെ എന്തോ ഒരു സൈക്കിക് റെസിഡ്യൂ ബാക്കി നിൽക്കുന്നതാണ് നമ്മളുടെ മിത്തുകളിലും സ്റ്റോറീസിലും നമ്മൾ കാണുന്ന ഈ ആർക്കിടൈപ്സ്. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് ദീസ് ആർക്കിടൈപ്സ് ആർ പാർട്ട് ഓഫ് ദ കളക്റ്റീവ് അൺകോൺഷ്യസ് ഓഫ് ദ ഹ്യൂമൻ റേസ് എന്നാണ് കാളിയും പറയുന്നത്. ആൻഡ് ദസ് ദീസ് ആർ, അങ്ങനെയുള്ളതിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതാണ് മിത്ത്, റിലിജൻ, ഡ്രീം, പ്രൈവറ്റ് ഫാന്റസീസ്, വർക്ക്സ് ഓഫ് ലിറ്ററേച്ചർ, ഇതിലെല്ലാത്തിലും നമ്മൾ കാണുന്ന ആർക്കിടൈപ്സ്. സോ ഇത് രണ്ടുമല്ല ആർക്കിടൈപ്പൽ ക്രിറ്റിസിസം. ജെയിംസ് ജി ഫ്രേസർ മിത്തിനെ സ്റ്റഡി ചെയ്തതോ, കാൾ യുങ് കളക്റ്റീവ് അൺകോൺഷ്യസ്നെസ്സിനെ സ്റ്റഡി ചെയ്തതോ, ഇത് രണ്ടും ആർക്കിടൈപ്പൽ ക്രിറ്റിസിസത്തിന്റെ ഭാഗമല്ല. പക്ഷെ ആർക്കിടൈപ്പൽ ക്രിറ്റിസിസത്തിലേക്ക് ലീഡ് ചെയ്യുന്ന രണ്ട് ഇമ്പോർട്ടന്റ് തിയറീസ് ആണ്. ഓക്കെ, archetypal literary criticism was given impetus by Maud Bodkin's book Archetypal Patterns in Poetry, published in 1934, and flourished especially during the 1950s and 60s. Some archetypal critics have dropped Jung's theory of the collective unconscious as the deep source of these patterns. In the words of Northrop Frye, this theory is an unnecessary hypothesis and the recurrent archetypes are simply there however they got there. അപ്പോൾ നമ്മൾ മിത്ത് ക്രിറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മിത്തിനെ പറ്റി സ്റ്റഡി ചെയ്യുമ്പോൾ ആ മിത്ത് ക്രിറ്റിക്സ് എന്ന് പറയുന്ന ആൾക്കാരെ അടുത്ത പാരഗ്രാഫിൽ പറയുന്നുണ്ട്. അങ്ങനെ ഉള്ള ഒരാളായിരുന്നു ഈ മോഡ് ബോഡ്കിൻ. മോഡ് ബോഡ്കിന്റെ ബുക്ക്, അതിലാണ് ആദ്യമായിട്ട് വൺ ഓഫ് ദ ഫസ്റ്റ് ടൈംസ് വെൻ ആർക്കിടൈപ്പൽ ക്രിറ്റിസിസം എന്നുള്ള ആ ഒരു ലിറ്റററി ക്രിറ്റിസിസത്തിന്റെ ഒരു തിയറി ആയിട്ട് ഇതിനെ പറയുന്നത്. ആൻഡ് ഫ്രം 1934 when she published this book up to the 1950s and 60s, this archetypal criticism was extremely ഇൻഫ്ലുവൻഷ്യൽ. അപ്പോ പക്ഷേ ഇന്ന് ആദ്യകാലത്ത് they were very much influenced by Jung's theory that നമ്മുടെ കളക്റ്റീവ് അൺകോൺഷ്യസിൽ നിന്ന് വരുന്നതാണ് ഈ പാറ്റേൺസ് എന്നുള്ളത്. ബട്ട് പിന്നീടുള്ള ക്രിറ്റിക്സ് പലപ്പോഴും അതിനെ ഡ്രോപ്പ് ചെയ്തു. Northrop Frye is one of the most important, most influential among the archetypal critics. So what he says is that this theory of collective unconscious is an unnecessary hypothesis. അത് ആവശ്യമില്ല അങ്ങനെ ഒരു തിയറി. ഒന്നാമത് നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. ശരിക്കും കളക്റ്റീവ് അൺകോൺഷ്യസ്നെസ്
കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടോ, അത് എവിടെ നിന്ന് വന്നു, അതിൽ എങ്ങനെയാണ് ഈ പാറ്റേൺസ് ഒക്കെ ഉണ്ടായി വന്നതെന്ന് നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല. നമുക്ക് ഹൈപ്പോത്തസിസ് ആയിട്ട് നമുക്ക് അസ്യൂം ചെയ്യാനേ പറ്റുള്ളൂ, ഗസ് ചെയ്യാനേ പറ്റുള്ളൂ. എന്ന് മാത്രമല്ല അതിന് ആവശ്യമില്ല. കാരണം ഹൗഎവർ ദീസ് പാറ്റേൺസ് ഗോട്ട് ഇൻ ടു അവർ മൈൻഡ്സ്, നൗ ദേ ആർ ദെയർ. ഈ ടെക്സ്റ്റുകളിലും നമ്മുടെ മനസ്സിലും നമ്മുടെ ഡ്രീംസിലും മിത്തിലും എല്ലാം ഈ ആർക്കിടൈപ്സ് ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ ഇമ്പോർട്ടൻസ്. അത് എവിടെ നിന്ന് വന്നു എന്ന് നമുക്ക് അറിയാൻ പറ്റുമില്ല, അറിയേണ്ട ആവശ്യവുമില്ല എന്നാണ് നോർത്രോപ്പ് ഫ്രൈ പറയുന്നത്. Among the prominent practitioners of various modes of archetypal criticism, in addition to Maud Bodkin, are G. Wilson Knight, Robert Graves, Philip Wheelwright, Richard Chase, Leslie Fiedler, and Joseph Campbell. Some of them are the same people that we studied as the myth critics. These critics tend to emphasize the occurrence of mythical patterns in literature on the assumption that myths are closer to the elemental archetype than the artful manipulations of sophisticated writers. അപ്പൊ ഇവര് ഈ ആർക്കിടൈപ്സിനെ പഠിക്കാൻ വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് സ്റ്റഡി ചെയ്തത് മിത്തിനെ തന്നെ ആയിരുന്നു. കാരണം അവര് വിശ്വസിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ ലിറ്ററേച്ചറിൽ ആർക്കിടൈപ്സിനെ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ് അതിനെ മനസ്സിലാക്കാൻ. ബിക്കോസ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് റൈറ്റേഴ്സ് ആർട്ട്ഫുള്ളി മാനിപ്പുലേറ്റ് ചെയ്തത് സംതിങ് ആർട്ടിഫിഷ്യൽ അബൌട്ട് ലിറ്ററേച്ചർ എന്നാണ് അവർ വിചാരിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം മിത്തിൽ എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടി നാച്ചുറലായി ആളുകൾ പറഞ്ഞു വരുന്ന കഥകളാണ്. അത് വേണമെന്ന് വെച്ചിട്ട് കെട്ടി ഉണ്ടാക്കിയ ഒരു കഥയല്ല മിത്സ്. ഈവൻ വെദർ ദേ ആർ ട്രൂ എന്നല്ല പറയുന്നത്, പക്ഷെ മിത്ത് ഉണ്ടായി വരുന്നതിന് കുറച്ചും കൂടി ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു സംഭവമുണ്ട്. അതുകൊണ്ട് മിത്സ് ആർ ക്ലോസർ ടു ദ എലിമെന്റൽ ഓർ ഫണ്ടമെന്റൽ ആർക്കിടൈപ്പ് എന്നാണ് ഇവർ വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് അവര് മിത്തിക്കൽ പാറ്റേൺസിനെയാണ് സ്റ്റഡി ചെയ്യാൻ ശ്രമിച്ചിരുന്നത്. The death rebirth theme is often said to be the archetype of archetypes and is held to be grounded in the cycle of the seasons and the organic cycle of human life. This archetype, it has been claimed, occurs in primitive rituals of the king who is annually sacrificed, widespread myths of gods who die to be reborn, and a multitude of diverse texts, including the Bible, Dante's Divine Comedy in the early 14th century, and Samuel Taylor Coleridge's Rime of the Ancient Mariner in 1798. അപ്പോൾ ആർക്കിടൈപ്സിനുള്ള എക്സാമ്പിൾസ് ആണ് പറയുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ആർക്കിടൈപ്പ് ഓഫ് ആർക്കിടൈപ്സ്, എല്ലാ ആർക്കിടൈപ്പുകളിലും വെച്ച് ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർക്കിടൈപ്പ് ആണ്, ആർക്കിടൈപ്പ് ഓഫ് ആർക്കിടൈപ്സ് ആണ് എന്ത്? ദ തീം ഓഫ് ഡെത്ത് ആൻഡ് റീബർത്ത്. ഡെത്ത് ആൻഡ് ദെൻ റിസറക്ഷൻ, ഡെത്ത് ആൻഡ് ദെൻ റീബർത്ത്. ഒരാൾ മരിക്കുന്നു, പിന്നീട് അയാൾ തന്നെ പുനർജനിക്കുന്നു. അപ്പോൾ അതാണ് ഡെത്ത് ആൻഡ് റീബർത്ത് എന്നുള്ള തീം. അത് ഒരുപാട് കഥകളിലും ഒരുപാട് മിത്തുകളിലും നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ആൻഡ് ദ മിത്ത് ക്രിറ്റിക്സ് സേ, ദ ഏർലി ആർക്കിടൈപ്പൽ ക്രിറ്റിക്സ് സേ ദാറ്റ് ദിസ് തീം ഇസ് ഗ്രൗണ്ടഡ് ഇൻ ദ സൈക്കിൾ ഓഫ് ദ സീസൺസ്. പണ്ട് കാലം മുതലുള്ള നമുക്ക് പണ്ടത്തെ മനുഷ്യർ പോലും അറിയുന്ന ഒരു കാര്യമാണ് സൈക്കിൾ ഓഫ് ദ സീസൺസ്. അത് യൂണിവേഴ്സൽ ആയിട്ടുള്ള സംഭവമാണ്. ആഫ്റ്റർ എ പെർട്ടിക്കുലർ സീസൺ, ആഫ്റ്റർ സ്പ്രിംഗ് കംസ് സമ്മർ, ആഫ്റ്റർ സമ്മർ കംസ് ഓട്ടം, ആഫ്റ്റർ ഓട്ടം കംസ് വിന്റർ, ആഫ്റ്റർ വിന്റർ അഗെയിൻ സ്പ്രിംഗ് വിൽ റിട്ടേൺ എന്നുള്ള ആ ഒരു സൈക്ലിക്കൽ നേച്ചർ ഓഫ് ദ സീസൺസ് എന്നുള്ളതിൽ അതിൽ നിന്ന് വന്നതായിരിക്കാം ഈ തീം ഓഫ് ഡെത്ത് ആൻഡ് റീബർത്ത്. അപ്പൊ പല കഥകളിലും ഗോഡ്സ് ഡൈ ആൻഡ് then they are reborn. Even we know that in the story of Christ, we have the crucifixion of Christ when Christ apparently dies and then after 3 days he is reborn. But ഇത് ക്രൈസ്റ്റിന്റെ കഥയിൽ മാത്രമല്ല, അതിനും ഒരുപാട് പഴയ കഥകൾ ഈജിപ്ഷ്യൻ മിത്തോളജിയിൽ, ഗ്രീക്ക് മിത്തോളജിയിൽ, എല്ലാ സ്ഥലത്തെയും എല്ലാ കാലത്തെയും മിത്തോളജിയിൽ, ഇന്ത്യൻ ഹിന്ദു മിത്തോളജിയിൽ, ബുദ്ധിസ്റ്റ് മിത്തോളജിയിൽ പലതിലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു തീമാണ് ഡെത്ത് ആൻഡ് റീബർത്ത് എന്ന് പറയുന്നത്. ആൻഡ് ഈവൻ ഇൻ സം അതർ മിത്തോളജീസ് വി ഹാവ് സർട്ടൻ പ്രിമിറ്റീവ് റിച്വൽസ് ഓഫ് ദ കിങ് ഹു ഇസ് ആനുവലി സാക്രിഫൈസ്. അത് ചില പഴയ കഥകളാണ്. രാജാവായിട്ട് ഒരാള് വരുന്നു ആൻഡ് ആ പ്രജകളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ആ രാജാവിനെ സാക്രിഫൈസ് ചെയ്യുന്നു. എന്നിട്ട് ആ കിങ് പിന്നെയും റീബോൺ ആവുന്നു ബിക്കോസ് he was so good as to allow himself to be sacrificed for the good of the people. അങ്ങനെയുള്ള പല കഥകളുണ്ട്. അപ്പൊ ഇങ്ങനെ ഉള്ള മിത്തുകൾ നമുക്ക് പലയിടത്തും കാണാം. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓർ ദ മോസ്റ്റ് ഫേമസ് ഓർ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ഓഫ് ദീസ് ആർക്കിടൈപ്പൽ
myths of these archetypes is the theme of death and rebirth. അത് നമുക്ക് കാണാവുന്ന ചില ലിറ്റററി ടെക്സ്റ്റുകളാണ് പറയുന്നത്, ഇൻക്ലൂഡിംഗ് ബൈബിൾ. ഓഫ് കോഴ്സ് വി മെൻഷൻ ജീസസിന്റെ ഡെത്ത് ആൻഡ് റിസറക്ഷൻ. Dante's Divine Comedy, that is another text that we will study as part of your world classics paper. Dante's Divine Comedy, there is this person called Dante who goes into hell, and then from there he climbs to purgatory and then to heaven and then comes back to earth. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കഥകളിലും നമുക്ക് കാണാം. കോൾറിഡ്ജിന്റെ ഫേമസ് പോയമാണ് റൈം ഓഫ് ദി ഏൻഷ്യന്റ് മാരിനർ, വേർ എ പേഴ്സൺ ഇസ് കൈൻഡ് ഓഫ് മെറൂൺഡ് ഓൺ, everybody else around him dies and he lives as if he is almost dead, but then finally he is rescued and he comes back to full life. അപ്പൊ ഇങ്ങനെയുള്ള പലതരം കഥകളിലും നമുക്ക് കാണാൻ പറ്റുന്നത് ശരിക്കും ഒരാൾ മരിച്ച് പിന്നീട് പുനർജനിക്കുന്ന കഥ തന്നെ ആവണമെന്നില്ല. സംടൈംസ് ഇറ്റ് മേ ബി ഈവൻ സിംബോളിക് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഒരാള് ഒരു വളരെ നെഗറ്റീവ് ആയ ഒരു അവസ്ഥയിലേക്ക് പോകുന്നു, വളരെ നശിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു, പിന്നീട് അയാളുടെ ഒരു തിരിച്ചുവരവ്, റൈറ്റിയസ് ആയിട്ടുള്ള ഒരാളുടെ തിരിച്ചുവരവ്, ഇൻക്ലൂഡിംഗ് ബാഹുബലി, വോട്ട് എവർ. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കഥകളിലും മിത്തുകളിലും നമുക്കിത് കാണാം. And among the other archetypal themes, images and characters that have been frequently traced in literature are the journey underground, the heavenly ascent, the search for the father, the paradise Hades image, the Promethean rebel hero, the scapegoat, the earth goddess, and the fatal woman. മറ്റ് ഫേമസ് ആയിട്ടുള്ള ആർക്കിടൈപ്സിന്റെ എക്സാമ്പിൾസ് ഇതൊക്കെയാണ്. The journey underground, പല കഥകളില് ഓർഫിയസ് who died, Orpheus whose wife Eurydice died and then he went searching for her. പിന്നെ ഒരുപാട് അങ്ങനത്തെ കഥകളുണ്ട്. അങ്ങനെ some character is searching for something, in quest of something or someone, and then has to journey underground to hell and then come back. അത് ഒരു സ്ഥിരം നമുക്ക് ലിറ്ററേച്ചറിൽ കാണുന്ന ഒരു ആർക്കിടൈപ്പൽ തീമാണ്. ഇറ്റ് ക്യാൻ ഈവൻ ബി ഇൻ സം വെരി കണ്ടംപററി നോവൽസ് ആൻഡ് ഫിലിംസ് വേർ somebody who's on the righteous path does some crime and then is driven into hiding and then finally is able to prove his or her innocence and then come back. അപ്പൊ ആ രീതിയിലൊക്കെ പല രീതിയിലും നമുക്ക് ഇതിനെ വായിക്കാൻ പറ്റും. ജേർണി അണ്ടർഗ്രൗണ്ട്, ദ ഹെവൻലി അസെന്റ്, സംബഡി ഗോയിങ് ടു ഹെവൻ, to some place that is like heaven, heavenly ascent. Then the search for the father, adoru സ്ഥിരമായി നമ്മൾ കാണുന്ന ഒരു പാറ്റേൺ ആണ്. There is this always this idea of maybe your father is not the hero's father is not the real father and the hero goes in search of the real father, or അങ്ങനെ പല രീതിയിലും, including Star Warsൽ പോലെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. The hero goes in search of the person who killed his father and then twist, he says I am your father. So all those kind of things are there. The search for the father, the paradise Hades image. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ paradise is heaven and Hades is hell. So പല mythologiesലും പല കഥകളിലും there is this contrast that there is one place called paradise or heaven where good people will go, and there is some other place underground where maybe demons reside or bad people after their death will be, evil people will be sent there. അങ്ങനെ ആ ഒരു കോൺട്രാസ്റ്റിംഗ് ഇമേജ് ഓഫ് പാരഡൈസ് ആൻഡ് ഹെൽ എന്നുള്ളത് അതും ഒരു ആർക്കിടൈപ്പ് ആണ്. The Promethean rebel hero, a hero who is also a rebel, who rebels against authority, like in the story of Prometheus, where Prometheus was completely he was a hero and he was somebody who enjoyed the favor of the gods, but he thought that the gods are not doing something right, and therefore he stole fire to give to the human beings, and then he became targeted by the gods. So like that, there are also for example all these movies and stories about Naxalites in India. Those are also examples of these rebel heroes. Che Guevara കാണുന്നത്, അല്ലെങ്കിൽ Naxalites കാണുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളും those can actually be traced back to this archetype of the Promethean rebel hero, somebody who fights against the system, who fights against the establishment for a very good cause, including Robin Hood. അങ്ങനെയുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് എല്ലാം ഈ പ്രൊമീത്യൻ റെബൽ ഹീറോ എന്ന് പറയുന്ന ആർക്കിടൈപ്പ് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. Then the scapegoat. Scapegoat is somebody who gets sacrificed or who is who has to bear
something that is not, who has to bear the consequences of something that is not his fault. അയാൾ ചെയ്ത തെറ്റിനല്ലാതെ ശിക്ഷിക്കപ്പെടുന്ന ഒരാൾ, അതാണ് സ്കേപ്പ് ഗോട്ട് എന്ന് പറയുന്നത്. മാർട്ടർ, സ്കേപ്പ് ഗോട്ട്, ലാംബ്, അങ്ങനെയുള്ള കുറെ ഇമേജസ് ഉണ്ട്. ദെൻ എർത്ത് ഗോഡസ്, ഗോഡസ് ഓഫ് ഫെർട്ടിലിറ്റി, ഗോഡസ് ഓഫ് എർത്ത് എന്ന് പറയുന്ന ഒരു സംഭവം എല്ലാ മിത്തുകളിലും ഉണ്ട്. ആൻഡ് ദെൻ ദ ഫേറ്റൽ വുമൺ, ദിസ് ഇസ് സംതിങ് ദറ്റ് ഫ്രം ദ ടൈം ഓഫ് മിത്സ് വി ഹാവ് ഓൾ ദിസ് idea of witches, a woman who is very attractive but at the same time who is very dangerous. Adana fatal woman ennu parayunnu. Fatal woman is in many cases responsible for the fall of the hero, or maybe she is a temptation that the hero has to overcome. Appo anganeyulla oru fatal woman image um namukku pandu mudal kaanam. Lady Macbeth in Shakespeare's Macbeth can be considered an example of a fatal woman. Like that, in many films also you can see there will be a fatal woman. James Bond films la kaanam, Vera Noir films la kaanam, even പഴയ കാലത്തെ കഥകൾ നമുക്ക് കാണാം. ഒരു മഹർഷിനെ ടെംപ്റ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു അപ്സരസ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. ഗ്രീക്ക് മിത്തോളജിയിലൊക്കെ ഒരുപാട് കാണാൻ പറ്റും. സൈറൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില വിമൻ ഹു ആർ very attractive but at the same time very dangerous, fatal woman. So these are all examples of famous archetypes. Now, in his remarkable and influential book, Anatomy of Criticism, published in 1957, Northrop Frye developed the archetypal approach, which he combined with the typological interpretation of the Bible and the conception of the imagination in the writings of the poet and painter William Blake into a radical and comprehensive revision of traditional grounds, both of the theory of literature and the practice of literary criticism. Appo archetypal criticism ennu parayunna aa oru literary criticism approach കാര്യമായി ഡെവലപ്പ് ചെയ്തത് നോർത്രോപ്പ് ഫ്രൈ ആണ്. അതിനു മുമ്പ് നമ്മൾ പറഞ്ഞ മോഡ് ബോഡ്കിനും മിത്ത് ക്രിറ്റിക്സും ഒക്കെ അധികവും ലിറ്ററേച്ചർ എന്നുള്ളതല്ല, അവർ മിത്തിനെയാണ് അവർ കൂടുതൽ സ്റ്റഡി ചെയ്തത്. എന്നാലും അവർ ആർക്കിടൈപ്പ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നു. അതിനെ പക്ഷെ ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്തതും ലിറ്ററേച്ചറിലേക്ക് അപ്ലൈ ചെയ്തതും നോർത്രോപ്പ് ഫ്രൈ ആണ്. ആൻഡ് ദിസ് ബുക്ക് ഇസ് ഇമ്പോർട്ടന്റ്, അനാറ്റമി ഓഫ് ക്രിറ്റിസിസം, പബ്ലിഷ് ഇൻ 1957. ആ ബുക്കിലാണ് ഇയാൾ അത് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ അതില് അയാള് അത് ഡെവലപ്പ് ചെയ്യാൻ യൂസ് ചെയ്തത് ബൈബിളും പിന്നെ വില്യം ബ്ലേക്ക് എന്ന് പറയുന്ന പെയിന്റർ പോയറ്റിന്റെ, ഹീസ് ഏർലി റൊമാൻറ്റിക് പോയറ്റ്. അയാളുടെ ഹി വാസ് ഓൾസോ വെരി പ്രോഫറ്റിക് റൈറ്റർ. അപ്പൊ അയാളുടെ പെയിന്റിങ്സിലും പോയറ്റിലൊക്കെ ഒരുപാട് പ്രോഫറ്റിക് വിഷൻസ് പോലുള്ള കുറെ സംഭവങ്ങളുണ്ട്. അപ്പൊ അത് അങ്ങനെ അയാൾ സ്വന്തമായിട്ടൊരു മിത്തോളജി ഒക്കെ ഉണ്ടാക്കിയ ഒരു മനുഷ്യനാണ് വില്യം ബ്ലേക്ക്. അപ്പൊ ബ്ലേക്കിന്റെ വിഷൻസും ബൈബിളിൽ പറയുന്ന കാര്യങ്ങളുടെ ഇന്റർപ്രിട്ടേഷനും എല്ലാം കൂടി ചേർന്ന് ടൈപ്പോളജിക്കൽ, ഇങ്ങനെ ടൈപ്സ്, ആർക്കിടൈപ്സ്, ആ രീതിയിൽ ടൈപ്പ് വെച്ചിട്ട് കാറ്റഗറൈസ് ചെയ്യുന്ന ഇന്റർപ്രിട്ടേഷൻ, ടൈപ്പോളജിക്കൽ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദ ബൈബിൾ, ഇതെല്ലാം യൂസ് ചെയ്തിട്ടാണ് നോർത്രോപ്പ് ഫ്രൈ അനാറ്റമി ഓഫ് ക്രിറ്റിസിസം എന്ന് പറയുന്ന ബുക്കില് ഈ ആർക്കിടൈപ്പൽ ക്രിറ്റിസിസം എന്ന് പറയുന്ന ലിറ്റററി അപ്രോച്ച്, ലിറ്റററി ക്രിട്ടിക്കൽ അപ്രോച്ച് ഡെവലപ്പ് ചെയ്യുന്നത്. അത് പഴയ ട്രഡീഷണൽ ലിറ്ററേച്ചറിന്റെയും ട്രഡീഷണൽ ലിറ്റററി ക്രിറ്റിസിസത്തിനെയും കംപ്ലീറ്റ്ലി റിവൈസ് ചെയ്യുന്നത് പോലത്തെ ഒരു വളരെ പുതിയ രീതിയിലാണ് അയാൾ അത് പറയുന്നത്. Frye proposes that the totality of literary works constitute a self-contained literary universe which has been created over the ages by the human imagination so as to incorporate the alien and indifferent world of nature into archetypal forms that serve to satisfy enduring human desires and needs. അപ്പോൾ ആർക്കിടൈപ്സ് എങ്ങനെ ഉണ്ടായി, എന്തുകൊണ്ട് ഉണ്ടായി എന്നുള്ളതിന് ഫ്രൈ പ്രൊപ്പോസ് ചെയ്യുന്ന സംഭവമാണ്. ഫ്രൈ പറയാണ്, ഈ ലോകത്ത് ഇതുവരെയുള്ള ടോട്ടാലിറ്റി ഓഫ് ലിറ്റററി വർക്ക്സ് എടുക്കുക. അത് ഒരു പ്രത്യേക സ്ഥലത്തെയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക കാലഘട്ടത്തെയോ അല്ല പറയുന്നത്, ഫ്രം ദ ബിഗിനിങ് ഓഫ് ലിറ്ററേച്ചർ ടു നൗ എടുത്താൽ, ആ ടോട്ടാലിറ്റി ഓഫ് ലിറ്റററി വർക്ക്സ് എടുത്താൽ, ദാറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് എ സെൽഫ് കണ്ടെയ്ൻഡ് ലിറ്റററി യൂണിവേഴ്സ്. അതൊരു ലിറ്റററി യൂണിവേഴ്സ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. ആൻഡ് ഇറ്റ് ഇസ് സെൽഫ് കണ്ടെയ്ൻഡ്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും സെൽഫ് റെഫറൻഷ്യാലിറ്റി ഒക്കെ ഉള്ള, അതിന് സ്വന്തമായി അത് മാത്രം ഒരു യൂണിവേഴ്സ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാൻ പറ്റും. അത് ക്രിയേറ്റ് ചെയ്തത് ആരാണ്? ഹ്യൂമൻ ഇമാജിനേഷൻ. കുറച്ച് ഓരോ ഇൻഡിവിജ്വൽ റൈറ്റേഴ്സിൽ കൂടെ ഉണ്ടായി വരുന്നതാണെങ്കിലും ടോട്ടാലിറ്റി ആയി കാണുമ്പോൾ ഹ്യൂമൻ ഇമാജിനേഷൻ, ഹ്യൂമൻ റേസ് ആണ് ഇതിനെ ക്രിയേറ്റ് ചെയ്തത്, ഈ ലിറ്റററി യൂണിവേഴ്സിനെ ക്രിയേറ്റ് ചെയ്തത്. ഓവർ ദി ഏജസ്, കാലങ്ങളായിട്ട് പതുക്കെ കുറച്ചായിട്ട് ഉണ്ടാവുകയാണ് ചെയ്തത്. എന്തിനാണ് ഹ്യൂമൻസ് അത് ചെയ്തത്? സോ ആസ് ടു ഇൻകോർപ്പറേറ്റ് ദ ഏലിയൻ ആൻഡ് ഇൻഡിഫറെന്റ് വേൾഡ് ഓഫ് നേച്ചർ.
നമ്മളുടെ ചുറ്റും ഉള്ള നേച്ചർ എന്ന് പറഞ്ഞ സാധനം, ഇറ്റ് ഇസ് ഏലിയൻ ടു us. ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് ഹ്യൂമൻ ബീയിങ്സ്. നേച്ചർ ഇസ് നോട്ട് സംതിങ് ദാറ്റ് ഹ്യൂമൻ ബീയിങ്സ് ക്യാൻ ആക്ച്വലി കൺട്രോൾ. We have been trying to control nature in so many different ways, but we have been actually unable to understand or control nature. അപ്പൊ അതിനെ നമുക്ക് കൺട്രോളബിൾ അല്ലെങ്കിൽ അതിനെ ഒരു മാനേജബിൾ രീതിയിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ നേച്ചറിനെ ആർക്കിടൈപ്പൽ ഫോംസിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ലിറ്റററി വർക്ക്സിൽ ഇൻക്ലൂഡ് ചെയ്യുക, ഇൻകോർപ്പറേറ്റ് ചെയ്യാണ് ചെയ്തത്. നമ്മളുടെ എൻഡ്യൂറിംഗ് ആയിട്ടുള്ള പണ്ട് മുതലുള്ള ചില ഹ്യൂമൻ ഡിസയേഴ്സ് ആൻഡ് നീഡ്സിന്റെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് എപ്പോഴുള്ള പേടിയാണ് മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടെ പോകും, നമുക്ക് എന്ത് സംഭവിക്കും, ഇതിന് ഉത്തരമില്ല. അത് എവിടെ പോകും, നമ്മൾ അതിനെപ്പറ്റി നമുക്ക് ആർക്കും അറിയൂല, ആർക്കും ഉത്തരം കിട്ടാനും സാധ്യതയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആ മരണം എന്ന് പറയുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള പ്രോസസ്സ്, അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അതിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടുണ്ടാവുന്ന നമ്മളുടെ ആങ്സൈറ്റീസിനെയും അതിനെ ചുറ്റിപ്പറ്റിയുള്ള നമ്മുടെ ഡിസയേഴ്സിനെയും, മരിക്കാതിരിക്കണം എന്നുള്ള ആ ഡിസയറിനെ, അതിനെയൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാനോ മാനേജ് ചെയ്യാനോ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അതൊരു കഥയാക്കി മാറ്റും, ഒരു ആർക്കിടൈപ്പ് ആക്കി മാറ്റും. വെറും ഒരു കഥയല്ല, ഒരു ആർക്കിടൈപ്പിൽ ഒരു സംഭവം, ഒരു തീമായിട്ട് മാറ്റിയിട്ട് നമ്മൾ അത് കഥകളിലേക്കും മിത്തിലേക്കും നമ്മൾ അത് ആഡ് ചെയ്യും, ഇൻകോർപ്പറേറ്റ് ചെയ്യും. അങ്ങനെ നമ്മളുടെ ഹ്യൂമൻ ഡിസയേഴ്സിനെയും നീഡ്സിനെയും സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത നേച്ചർ എന്ന് പറയുന്ന ആ ഒരു ലോകത്തിനെ, ആ ഒരു വേൾഡിനെ നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്ത് ആർക്കിടൈപ്പൽ ഫോംസ് ആക്കി മാറ്റി ഓരോ മിത്തുകളിലേക്കും അല്ലെങ്കിൽ ഓരോ ലിറ്റററി വർക്കിലേക്കും നമ്മളത് കുറച്ച് കുറച്ചായി നമ്മൾ തന്നെ ഉദ്ദേശിച്ചിട്ടാണെന്നില്ല, നമ്മൾ അറിയാതെ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഉണ്ടായി വന്ന ഒരു വലിയ ഒരു ടോട്ടാലിറ്റിയാണ് ഈ ലിറ്റററി യൂണിവേഴ്സ് എന്ന് പറയുന്നത്. In this literary universe, 4 radical mythoi, that is plot forms or organizing structural principles corresponding to the 4 seasons in the cycle of the natural world, are incorporated in the 4 major genres of comedy, romance, ട്രാജഡി ആൻഡ് സെറ്റയർ. ഇത് നമ്മൾ മിത്ത് എന്ന് പറഞ്ഞപ്പോൾ അതിൽ നമ്മൾ ഒരുമിച്ച് പറഞ്ഞിരുന്നു, അതിന്റെ ഒപ്പം തന്നെ പറഞ്ഞ സംഭവമാണ്. ദിസ് ഇസ് സംതിങ് ദാറ്റ് നോർത്രോപ്പ് ഫ്രൈ പ്രൊപ്പോസസ്. ഹി സേസ് ഈ നേച്ചറിന് ഒരു സൈക്കിൾ ഉണ്ട്. നേച്ചറിൽ മെയിൻ ആയിട്ട് 4 സീസൺസ് ആണ്, സ്പ്രിംഗ്, സമ്മർ, ഓട്ടം ആൻഡ് വിന്റർ. അപ്പൊ നമ്മൾ ഉണ്ടാക്കിയ എല്ലാതരം പ്ലോട്ട് ഫോംസും, പലതരം കഥകളുണ്ട് ഈ ലോകത്ത്, ഒരുപാട് തരം കഥകളുണ്ട്. എല്ലാത്തിനെയും പക്ഷെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും 4 തരം പ്ലോട്ട് ഫോംസ് ആയിട്ട്, വിച്ച് ഇസ് ബേസിക്കലി 4 തരം ജാൻറേഴ്സ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ 4 മേജർ ജാൻറേഴ്സ് ഓരോന്നും ഓരോ സീസണുമായി കണക്റ്റഡ് ആണ്. സോ ദ ജാൻറർ ദാറ്റ് യു അസോസിയേറ്റ് വിത്ത് സ്പ്രിംഗ് ഇസ് കോമഡി. The one you associate with summer is romance. The one you associate with autumn is tragedy. And with winter is satire. അപ്പൊ ഈ 4 major genres or 4 radical mythoi എന്ന് പറയുന്നത് ഇത് 4 ആണ്: കോമഡി, റൊമാൻസ്, ട്രാജഡി ആൻഡ് സെറ്റയർ. ആൻഡ് 4 മേജർ സീസൺസ് നമുക്കറിയാം: സ്പ്രിംഗ്, സമ്മർ, ഓട്ടം, വിന്റർ. ഇതുമായിട്ടുള്ള കണക്റ്റഡ് ആണ് എന്നാണ് ഫ്രൈ പറയുന്നത്. Now, within the overarching archetypal mythos of each of these genres, individual works of literature also play variations upon a number of more limited archetypes, that is, conventional patterns and types that literature shares with social rituals as well as with theology, history, law, and in fact all discursive verbal structures. Appo literature mythology le matralla theology, history, law, social റിച്വൽ, സോഷ്യൽ സ്ട്രക്ചേഴ്സ്, എല്ലാ തരം സ്ട്രക്ചേഴ്സിലും നമുക്ക് കാണാൻ പറ്റുന്ന ചില കൺവെൻഷണൽ പാറ്റേൺസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും മെയിൻ ആയിട്ടുള്ള 4 പാറ്റേൺസ് ആണ് ഈ പറയുന്ന കോമഡി, റൊമാൻസ്, ട്രാജഡി ആൻഡ് സെറ്റയർ എന്ന് പറയുന്നത്. അതിന് ഓരോന്നിനും അകത്ത് ഒരുപാട് ഇൻഡിവിജ്വൽ വർക്ക്സ് ഓഫ് ലിറ്ററേച്ചർ ഉണ്ട്. അതിൽ ഓരോന്നിലും ഇങ്ങനെയുള്ള ചില സബ് ആർക്കിടൈപ്സ് നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. Viewed archetypally, Fry asserts, literature turns out to play an essential role in refashioning the impersonal material universe into an alternative verbal universe that is intelligible and viable because it is adapted to essential and universal human needs and concerns. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ആർക്കിടൈപ്പലായി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന, ലിറ്ററേച്ചറിനെ പറ്റി മനസ്സിലാക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചുറ്റുമുള്ള യൂണിവേഴ്സ്, നേച്ചർ എന്ന് പറയുന്ന നാച്ചുറൽ യൂണിവേഴ്സ് അല്ലെങ്കിൽ മെറ്റീരിയൽ യൂണിവേഴ്സ്, അത് ഇംപേഴ്സണൽ ആണ്. നമുക്ക് മനസ്സിലാവാൻ പറ്റാത്ത, നമ്മളോട് നേച്ചർ നമ്മളോടൊന്നും സംസാരിക്കുന്നില്ല, അല്ലെ? നേച്ചർ നമുക്കൊന്നും എക്സ്പ്ലെയിൻ ചെയ്തോ ജസ്റ്റിഫൈ ചെയ്തോ തരുന്നില്ല. നേച്ചർ ഇസ് ലൈക്ക് ദിസ്. ഹലോ, കെൻ യു ഹിയർ മീ? ഓക്കെ, ഫൈൻ.
അപ്പോ നേച്ചർ നമുക്കൊന്നും പറഞ്ഞു തരുക, ജസ്റ്റിഫൈ ചെയ്യുക, പേഴ്സണലായി നമ്മളെ മനസ്സിലാക്കി തരുമൊന്നും ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇംപേഴ്സണൽ മെറ്റീരിയൽ യൂണിവേഴ്സിനെ റീഫാഷൻ ചെയ്ത്, അതായത് അതിനെ ചെറുതായിട്ട് റീക്രിയേറ്റ് ചെയ്യാണ് എന്തായി മാറ്റാൻ ഇൻ ടു എൻ ഓൾട്ടർനേറ്റീവ് വേർബൽ യൂണിവേഴ്സ്, വേർബൽ വേർഡ്സ് ഉപയോഗിക്കുന്ന ഉണ്ടാക്കിയ ഒരു പുതിയ യൂണിവേഴ്സ്, ഈ ലിറ്റററി യൂണിവേഴ്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇന്റലിജിബിൾ ആൻഡ് വയബിൾ. ഇന്റലിജിബിൾ, മനസ്സിലാക്കാൻ പറ്റുന്ന; വയബിൾ, ലിവബിൾ, വി ക്യാൻ ലിവ് ഇറ്റ്, വി ക്യാൻ മാനേജ് ടു ഡു സംതിങ് വിത്ത് ഇറ്റ്. അങ്ങനെ ഉള്ള ആ നേച്ചറിന്റെ ഇംപേഴ്സണൽ യൂണിവേഴ്സിനെ ഒരു വെർബൽ യൂണിവേഴ്സ് ആക്കി, വേർഡ്സ് കൊണ്ട് ഉണ്ടാക്കിയ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാനും മാനേജ് ചെയ്യാനും മനസ്സിലാക്കാനും പറ്റുന്ന ഒരു യൂണിവേഴ്സ് ആക്കി മാറ്റുന്നത് ലിറ്ററേച്ചർ ആണ്. അതിലൊരു വളരെ എസെൻഷ്യൽ റോൾ പ്ലേ ചെയ്യുന്നതാണ് ലിറ്ററേച്ചർ. അത് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നേരത്തെ പറഞ്ഞു, ബിക്കോസ് ഇറ്റ് ഇസ് അഡാപ്റ്റഡ് ടു എസെൻഷ്യൽ ആൻഡ് യൂണിവേഴ്സൽ ഹ്യൂമൻ നീഡ്സ് ആൻഡ് കൺസേൺസ്. ഹ്യൂമൻ നീഡ്സ് ആൻഡ് കൺസേൺസിന് അനുസരിച്ച് നമ്മൾ ഈ നേച്ചറിനെ അല്ലെങ്കിൽ നാച്ചുറൽ യൂണിവേഴ്സിനെ വെർബൽ യൂണിവേഴ്സ് ആക്കി മാറ്റുന്നു. അപ്പൊ നമുക്ക് ചുറ്റുമുള്ള നേച്ചർ എന്ന് പറഞ്ഞ് നമുക്ക് വേണ്ടിയുള്ളതല്ല. പക്ഷേ നമ്മളിപ്പോ പറയാണ് ദൈവം ഈ എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചത് മനുഷ്യന് വേണ്ടിയാണ് എന്നൊരു മിത്ത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്താണ് അവിടെ ചെയ്യുന്നത്? നമുക്ക് കുറച്ചുകൂടി ഒരു മനസ്സമാധാനം, ഓക്കെ, യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്റെ കയ്യിൽ നിൽക്കുന്ന എന്തോ ആണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പൊ അതുപോലെ തന്നെയാണ് ഓരോ ആർക്കിടൈപ്പും അല്ലെങ്കിൽ ഓരോ ആർക്കിടൈപ്പിൽ പാറ്റേണും നമ്മൾ ഉണ്ടാക്കുന്നത്. നമുക്ക് ചുറ്റുമുള്ള ആ നേച്ചർ കംപ്ലീറ്റ്ലി ഇംപേഴ്സണൽ അല്ല, നമ്മളുമായി എന്തോ കണക്റ്റഡ് ആയിട്ടുള്ള സംഭവമാണ്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എന്തോ ആണ്, നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തോ ആണ്. മാനിപ്പുലേറ്റ് നോട്ട് ഇൻ എ നെഗറ്റീവ് വേ നെസസറിലി, പക്ഷെ എന്തോ നമുക്ക് വി ക്യാൻ ആക്ച്വലി ഡീൽ വിത്ത് ഇറ്റ് എന്നുള്ള, വളരെ ഏലിയനായി നമ്മളിൽ നിന്ന് കംപ്ലീറ്റ്ലി മുഖം തിരിച്ചു നിൽക്കുന്ന ഒന്നല്ല നേച്ചർ. നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്ന എന്തോ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരാൻ എന്ന് നമുക്കൊരു മനസ്സമാധാനത്തിന് വേണ്ടി ആ മെറ്റീരിയൽ നേച്ചറിന്റെ വേൾഡിനെ ഒരു വേർബൽ യൂണിവേഴ്സ് ആക്കി മാറ്റുന്നതാണ് ലിറ്ററേച്ചർ ചെയ്യുന്ന കർത്തവ്യം, ഡ്യൂട്ടി അല്ലെങ്കിൽ ഒരു റോൾ. Fry continued in a long series of later writings to expand his archetypal theory to make a place in its overall scope and on different levels for the inclusion of many traditional critical concepts and procedures, and to apply it both to social practices and to the elucidation of writings ranging from the Bible to contemporary poets and novelists. അപ്പോൾ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ അനാറ്റമി ഓഫ് ക്രിറ്റിസിസം എന്ന് പറഞ്ഞ ബുക്കിലാണ് ഇയാൾ ആദ്യമായിട്ട് ആർക്കിടൈപ്പൽ അപ്രോച്ചിനെ ഡെവലപ്പ് ചെയ്യുന്നത്. അവിടെയാണ് ഇതൊക്കെ പറയുന്നത്, ഈ ഫോർമിത്തോയിനെ പറ്റിയിട്ടും എല്ലാം പറയുന്നെങ്കിലും പിന്നീടുള്ള കുറെ അയാളുടെ റൈറ്റിങ്സ് ഇയാൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ആർക്കിടൈപ്പൽ ക്രിറ്റിസിസം എന്ന് പറയുന്ന തിയററ്റിക്കൽ ഫ്രെയിം വർക്കിനെ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ സ്കോപ്പ് കുറച്ചുകൂടി വലുതാക്കുക, അതിലേക്ക് മറ്റ് പലതരം സംഭവങ്ങളെ നമുക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ, ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രഡീഷണൽ ആയിട്ടുള്ള പല ക്രിട്ടിക്കൽ കോൺസെപ്റ്റ്സിനെയും അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാനും, അതുപോലെ പലതരം ഈവൻ ലിറ്ററേച്ചർ മാത്രമല്ല സോഷ്യൽ പ്രാക്ടീസ്, നമ്മുടെ ചുറ്റും കാണുന്ന പല സോഷ്യൽ പ്രാക്ടീസസിനെയും ഇത് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ആൻഡ് ബൈബിളിന്റെ കാലം മുതൽ ഇപ്പോഴത്തെ കണ്ടംപററി പോയറ്റ്സ് ആൻഡ് നോവലിസ്റ്റ് വരെയുള്ള എല്ലാത്തിനെയും അയാൾ സ്റ്റഡി ചെയ്ത് ഈ ആർക്കിടൈപ്പൽ ക്രിറ്റിസിസം എന്ന് പറയുന്ന ഫ്രെയിം വർക്ക് ഉപയോഗിച്ചിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. Last couple of paragraphs are not very important. They are about the further readings that you can do. ഇങ്ങനെ വേറെയും ആൾക്കാർ ചെയ്തിട്ടുള്ള വർക്ക്സ് അത് പിന്നെ നോക്കാവുന്നതാണ്. സോ ദാറ്റ് ഇസ് അബൌട്ട് ആർക്കിടൈപ്പൽ ക്രിറ്റിസിസം. അതിൽ മെയിനായി നമ്മൾ ഓർക്കേണ്ടത് ആർക്കിടൈപ്പ് എന്താണ് എന്നുള്ളതിന്റെ ഡെഫിനിഷൻ, the kind of patterns that we see not just in literature but also in myths, dreams and social rituals. അതില് പ്ലോട്ട് മാത്രമല്ല, പാറ്റേൺസ് ഓഫ് ആക്ഷൻ, ക്യാരക്ടർ ടൈപ്സ്, തീംസ്, ഇമേജസ് എല്ലാം അതിൽ വരുന്നുണ്ട്. പിന്നെ അതിൽ രണ്ട് ആന്റിസിഡൻസ് ആണ് മുമ്പ് വന്ന രണ്ട് ആർക്കിടൈപ്പൽ ക്രിറ്റിസിസം വരുന്നതിന് മുമ്പ് ഇതുപോലുള്ള ആർക്കിടൈപ്പുകളെ സ്റ്റഡി ചെയ്തത്. ഒന്ന് ജെയിംസ് ജി ഫ്രേസർ ഗോൾഡൻ ബോ എന്ന് പറയുന്നതിൽ അയാള് മിത്തിനെ ആൻഡ് റിച്വലിനെയാണ് സ്റ്റഡി ചെയ്തത്. പിന്നെ കാളിയും ഡെപ്ത് സൈക്കോളജി എന്ന് പറയുന്ന ആ ഒരു സൈക്കോളജിക്കൽ ഫ്രെയിംവർക്ക് ഉപയോഗിച്ചിട്ട് ആർക്കിടൈപ്സ് വരുന്നത് നമ്മളുടെ കളക്റ്റീവ് അൺകോൺഷ്യസിൽ നിന്നാണ് എന്ന് പറഞ്ഞത്. ഇത് രണ്ടുമാണ് ഇതിന്റെ ആന്റിസീഡൻസ്. ആൻഡ് ദെൻ ആഫ്റ്റർ ദാറ്റ് ശരിക്കുള്ള പ്രോപ്പർ ആർക്കിടൈപ്പൽ ക്രിറ്റിസം വരുന്നത് മോഡ് ബോഡ്കിന്റെ ആർക്കിടൈപ്പൽ പാറ്റേൺസ് ആൻഡ് പോയട്രി എന്ന് പറയുന്ന ബുക്കിൽ കൂടിയാണ്. ആരൊക്കെയാണ് ആർക്കിടൈപ്പൽ ക്രിറ്റിക്സ് അല്ലെങ്കിൽ മിത്ത് ക്രിറ്റിക്സ് എന്ന് പറയുന്ന ആളുകൾ? ഈ പറയുന്ന ആൾക്കാരൊക്കെയാണ് വിൽസൺ നൈറ്റ്, റോബർട്ട് ഗ്രേവ്സ്, ഫിലിപ്പ് വീൽറൈറ്റ്, റിച്ചർഡ് ചേസ്, ലെസ്ലി ഫീഡ്ലർ, ജോസഫ് കാമ്പിൾ ആൻഡ് ഓഫ് കോഴ്സ് മോഡ് ബോഡ്കിൻ ആൻഡ് ലേറ്റർ നോർത്രോപ്പ് ഫ്രൈ. ഇപ്പൊ ഇവരൊക്കെയാണ് അവരെന്തൊക്കെ ചെയ്തു എന്നുള്ളത്. ഇമ്പോർട്ടന്റ് ആർക്കിടൈപ്സ്, ആർക്കിടൈപ്പ് ഓഫ് ആർക്കിടൈപ്പ് ഡെത്ത് ആൻഡ് റീബർത്തിന്റെ തീമാണ്. പിന്നെ അതില്
കുറെ അധികം മറ്റ് ആർക്കിടൈപ്സ് ആ പാരഗ്രാഫിന്റെ ലാസ്റ്റിൽ നമ്മൾ കാണുന്നുണ്ട്. ജേർണി അണ്ടർഗ്രൗണ്ട്, ഹെവൻലി അസെന്റ്, സെർച്ച് ഫോർ ദ ഫാദർ, റെബൽ ഹീറോ, എക്സെട്ര എക്സെട്ര. And then, of course, the most important critic is Northrop Frye. അയാളുടെ ആർക്കിടൈപ്പൽ അപ്രോച്ച് അനാട്ടമി ഓഫ് ക്രിറ്റിസിസത്തിൽ അയാൾ എന്തൊക്കെ പറയുന്നു, അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ഈ 4 മേജർ ജാൻറസ് corresponding to the 4 seasons. അതാണ് അതിലത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തീം. ആൻഡ് വൈ ഡു ഹ്യൂമൻ ബീങ്സ് ഡു ദാറ്റ് എന്നുള്ളത്. അപ്പൊ ഇതിലെ വ്യത്യാസം നമ്മൾ കാണുന്നത് എന്താ വെച്ചാൽ, കാളിയും പറഞ്ഞതില് വേർ ഡു ദേ കം ഫ്രം എന്നാണ് പറയുന്നത്. അതൊരു ഹിസ്റ്റോറിക്കലായി ഒരു സൂഡോ ഹിസ്റ്റോറിക്കൽ സംഭവമാണ് യുങ് പറയുന്നത്. ഹിസ്റ്റോറിക്കൽ ആണ് എന്ന് വരുത്തി തീർക്കുന്നു, പക്ഷെ അതിന് പ്രൂഫ് ഒന്നുമില്ല. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ഹിസ്റ്റോറിക്കൽ ക്ലെയിം ഇല്ലാതെയാണ് നോർത്രോപ്പ് ഫ്രൈ പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം നമ്മൾ ഇത് ചെയ്തത്, ഇങ്ങനെ ആർക്കിടൈപ്സിനെ ഉണ്ടാക്കുന്നത്. അത് നമ്മുടെ ചുറ്റുമുള്ള മെറ്റീരിയൽ യൂണിവേഴ്സിനെ നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ അതിനെ നമ്മളൊരു സെൽഫ് കണ്ടെയ്ൻഡ് verbally created literary universe ആക്കി മാറ്റുന്നു, so that we can have this idea that we understand it and that it addresses many of our needs, concerns, desires and anxieties. ഇത്രയുമാണ് ആർക്കിടൈപ്പൽ ക്രിറ്റിസിസത്തിനെ പറ്റിയിട്ട് മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ്.